ഡൽഹിയിലെ മെട്രോ സ്റ്റേഷന് സമീപമുണ്ടായിട്ടുള്ള സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, പാകിസ്ഥാനിലാണ്. കാരണം പാകിസ്ഥാൻ എപ്പോൾ വേണമെങ്കിലും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയക്കുന്നുണ്ട്. ഇന്ത്യയുടെ തിരിച്ചടി ഭയന്നുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത്. എല്ലാ വ്യോമ താവളങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. സൈനിക വിമാനങ്ങൾ അടക്കം സജ്ജമാക്കി നിർത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോഴത്തെ മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രതികാര നടപടികളോ അതിർത്തിയിൽ കൂടുതൽ സംഘർഷങ്ങൾക്കോ സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ, ആ ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ വന്നപ്പോൾ തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ വിവിധ സ്ഥലങ്ങളിൽ വ്യോമതാവളങ്ങളിലടക്കം അത്തരത്തിൽ വലിയ സുരക്ഷാ ഏർപ്പാടുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. എല്ലാ എയർബേസുകളിലും എയർഫീൽഡുകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മറുപടിയായിട്ട് ഇന്ത്യ നടത്തിയ കനത്ത തിരിച്ചടിയായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഓർമ്മ, അത് സത്യത്തിൽ പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചടി കിട്ടുമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം പാകിസ്ഥാന്. കാരണം അത് പഹൽഗാമിൽ കണ്ടതാണ്. പഹൽഗാമിന്റെ ആ നാളുകൾ ഇന്ത്യ മറന്നിട്ടില്ല. ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയപ്പെടുന്നത് മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചടിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള കരുത്തുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് തെളിയിച്ചിട്ടുണ്ട് പലവട്ടം. അത് പാകിസ്ഥാനും മനസ്സിലായതാണ്. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു പദ്ധതി വളരെ പെട്ടെന്ന്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള തിരിച്ചടി എന്ന് പറയപ്പെടുന്ന തകർത്ത് കളഞ്ഞു അവരുടെ പല മിലിറ്ററി ട്രംപുകളടക്കം. അത്തരത്തിലുള്ള മിലിറ്ററി ട്രെൻഡുകളടക്കം തല്ലി തകർക്കുന്ന തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തുവാൻ ഇന്ത്യക്കായി എന്നുള്ള പ്രത്യേകത കൂടി അതിനകത്തുണ്ട്. ആ ഭയത്തിലാണ് ഇന്ത്യ ഏത് സമയത്തും ഈ ഡൽഹി മെട്രോ സ്റ്റേഷനിൽ അവിടെ നടന്ന ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകുമോ എന്ന് ഭയക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ അറിയാം, അത് ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും ലഷ്കർ എ തോയ്ബ ആണെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെങ്കിലും ഭീകരവാദികളെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ തന്നെയാണ് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ അവരുടെ പിൻബലത്തിൽ അവർ പറയാതെ, അവരുടെ ഒരു കമാൻഡിങ് പവർ ഇല്ലാതെ, അവരുടെ ഒരു നിർദ്ദേശമില്ലാതെ, അല്ലെങ്കിൽ അവരുടെ മൗനാനുവാദമില്ലാതെ ഒരു ഭീകരനും, ഈ പറയുന്ന ലഷ്കർ എ തോയ്ബയാണെങ്കിലും മുജാഹിദുകളാണെങ്കിലും ഈ IS ഇസ്ലാമിക് സ്റ്റേറ്റുകളാണെങ്കിലും ആരാണെങ്കിലും ഒരു പടി കടന്ന് ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് നുഴഞ്ഞു കയറണമെങ്കിൽ അതിന് മൗനാനുവാദം പാകിസ്ഥാൻ നൽകിയിരിക്കുമെന്നുള്ളത് പാകിസ്ഥാന് തന്നെ കൃത്യമായിട്ട് മനസ്സിലായത് കൊണ്ടും അറിയാവുന്നത് കൊണ്ടുമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ പ്രിക്കോഷൻസ് നൽകുന്നത്. കാരണം പാകിസ്ഥാൻ അത്രത്തോളം ഭയക്കുന്നുണ്ട് ഇന്ത്യയെ. ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചടിക്കുമെന്നുള്ളത് പാകിസ്ഥാൻ അടക്കം മനസ്സിലാക്കി കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഒരു തിരിച്ചടി ലഭിക്കാം. ഇനിയൊരു തിരിച്ചടി താങ്ങുവാനുള്ള കെൽപ്പും കരുത്തും ഈ രാജ്യത്തിന് പാകിസ്ഥാൻ ഉണ്ടോ എന്നുള്ളതാണ്. പാകിസ്ഥാൻ തന്നെ അവിടെ പല രാജ്യങ്ങളായി വിഭജിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന തരത്തിൽ ആഭ്യന്തര കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ആഭ്യന്തര കലഹങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇപ്പൊ ബലൂചിസ്ഥാൻ ആണെങ്കിലും കറാച്ചി ആണെങ്കിലും ഒക്കെ, ലാഹോർ ആണെങ്കിലും ഒക്കെ, അങ്ങനെ വലിയ വലിയ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാൻ തക്ക കാരണങ്ങൾ കണ്ടെത്തി ജനങ്ങൾ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന പാകിസ്ഥാനിലാണ്, ആ രാജ്യമാണ് ഇത്തരത്തിലുള്ള ഭീകരവാദികളെ ഓപ്പറേറ്റ് ചെയ്ത് മറ്റു രാജ്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ നടന്ന ഈ സ്ഫോടന പരമ്പര എന്ന് പറയപ്പെടുന്നത് ചാന്ദിനി ചൗക്കിനെ ലക്ഷ്യമിട്ടായിരുന്നു നടത്തിയിരുന്നത്. ചാന്ദിനി ചൗക്കിലേക്കായിരുന്നു ആ സ്ഫോടനം നടന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ 13 പേരിലെ മരണത്തിലോ അല്ലെങ്കിൽ 30 പേരോളം വരുന്നവരിപ്പോഴും ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ചെറിയ സംഖ്യയിലേക്ക് പോലും മരണം 13 വലുത് തന്നെയാണ്. പക്ഷേ എങ്കിലും അതിനേക്കാളേറെ ഭീകരമാവുന്ന തരത്തിലായിരുന്നേനെ ചാന്ദിനി ചൗക്ക് ബസാറിനകത്തായിരുന്നുവെങ്കിൽ ആ സ്ഫോടനം നടന്നത്. കാരണം കൂട്ടം കൂടി നിൽക്കുന്ന വലിയൊരു സമൂഹമുള്ള സ്ഥലമാണ് ചാന്ദിനി ചൗക്ക് ബസാർ എന്ന് പറയുന്നത്. ആ ബസാറിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം നടന്നിരുന്നുവെങ്കിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയതിനെ, മരണസംഖ്യ വല്ലാതെ വർദ്ധിപ്പിച്ചതിനെ, ചികിത്സയിലിരിക്കുന്നവരുടെ എണ്ണവും കൂടിയേനെ. പക്ഷെ എന്തുകൊണ്ടോ അതിന് തൊട്ട് മുമ്പ് അവിടേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ട്രാഫിക് സിഗ്നൽ ബ്ലോക്കായത് കാരണം സംഭവിച്ചു പോയതാണ്. ഇല്ലെങ്കിൽ ഇവർ നേരെ പോകുന്നത് ചാന്ദിനി ചൗക്കിലേക്ക് തന്നെയായിരുന്നു. ഈ കാർ പോയത് ഇന്നലെ സ്ഫോടനത്തിനിരയായ കാർ എന്ന് പറയപ്പെടുന്നത് പോകേണ്ടിയിരുന്നത് ചാന്ദിനി ചൗക്കിലേക്കായിരുന്നു തന്നെ. അങ്ങനെ നേരെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിൽ എന്തൊരു വലിയ അപകടവും, ഈ അപകടത്തിന്റെ ഭീതിയും വളരെ വലുതാനെ, വ്യാപ്തിയും ഒക്കെ വളരെ വലുതാനെ, മരണത്തിന്റെ സംഖ്യ വരെ വർദ്ധിച്ചേനെ. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഭയപ്പെടുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ, ഭീകരവാദികൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തുന്നു എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെയാണ് ആ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാൻ ഇപ്പോൾ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സൈനികരെ അടക്കം സജ്ജമാക്കിയിരിക്കുന്നത്, വ്യോമതാവളങ്ങളിലടക്കം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, പഹൽഗാമിന്റെ ഓർമ്മകൾ മറന്നിട്ടില്ല പാകിസ്ഥാൻ.
പഹൽഗാമിൽ ഇവർ തീർത്ത പദ്ധതികൾ, ആക്രമണങ്ങൾ ഒരു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മടക്കി നൽകാൻ മണിക്കൂറുകൾ പോലും വേണ്ടി വന്നില്ല ഇന്ത്യക്ക് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും അത്തരത്തിലാകുമെന്ന് ഭയക്കുന്നുണ്ട് ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ അതീവ ജാഗ്രതയോടെ നിരീക്ഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതേസമയം നവംബർ 11 മുതൽ 12 വരെ അതിർത്തിയിലെ വ്യോമ ഗതാഗത നിയന്ത്രണങ്ങളും സുരക്ഷാ പ്രോട്ടോകോളുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് നോട്ടീസ് ടു എയർമെൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. പൈലറ്റുമാർക്കും വിമാന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റുദ്യോഗസ്ഥർക്കും വ്യോമയാന അതോറിറ്റി നൽകുന്ന നിർണായക സന്ദേശമാണ് ഈ പറയുന്ന നോട്ടീസ് ടു എയർമെൻ എന്ന് പറയപ്പെടുന്നത്. കാരണം സുരക്ഷാ പ്രോട്ടോകോളുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു, വ്യോമ ഗതാഗത നിയന്ത്രണങ്ങൾ വല്ലാതെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്നും നാളെയും ഒക്കെ അത്തരത്തിലുള്ള വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ ഭയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ മനസ്സിലായി എപ്പോൾ വേണമെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായേക്കാം. പാകിസ്ഥാന്റെ കര, വ്യോമ, നാവിക സേന അടക്കമുള്ള സായുധ സേനകളെല്ലാം അതീവ ജാഗ്രതയിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവർ വളരെ ജാഗ്രതയോടുകൂടി ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഏതു സാഹചര്യത്തെയും നേരിടാൻ പാകിസ്ഥാൻ സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക വിഭാഗങ്ങൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും ഇന്ത്യയിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന ഭയത്താൽ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കുകയും ഒപ്പം തന്നെ എയർബേസുകളിൽ നിന്ന് വിമാനങ്ങൾ ഉടൻ പറന്നുയരുന്ന വിധത്തിൽ സജ്ജമാക്കി നിർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സൈനിക വിമാനങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേക മുൻകരുതലുകളാണ് പാകിസ്ഥാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഏത് സാഹചര്യം എപ്പോൾ ഉണ്ടാകുമെന്ന് പാകിസ്ഥാന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എത്ര പെട്ടെന്നാണോ ഒരു ആക്രമണം ഉണ്ടാകുന്നത്, ആ ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പ്രത്യാക്രമണം നടത്തുകയോ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യവും നേരിടുവാൻ തയ്യാറായിരിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഡൽഹി ബ്ലാസ്റ്റിൽ ഉറക്കം നഷ്ടപ്പെട്ട പാകിസ്ഥാൻ പറയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാ വ്യോമതാവളങ്ങളിലും എയർഫീൽഡുകളിലും ഒക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജെറ്റുകൾ ഉടനടി പറന്നുയരാൻ തക്ക രീതിയിൽ അതിനെ തയ്യാറാക്കി സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള പ്രത്യാക്രമണമോ അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾക്കോ സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡൽഹിയിൽ നടന്ന ഈ ചെങ്കോട്ടയിൽ നടന്ന മെട്രോ സ്റ്റേഷന് പുറത്ത് നടന്ന സ്ഫോടനം എന്ന് പറയപ്പെടുന്ന അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ എന്തിനു ഞെട്ടിക്കണം? പാകിസ്ഥാനെ ഞെട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. പാകിസ്ഥാൻ ഈ പറയുന്ന ഭീകരരെ അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് മൗനാനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ, ഭീകരരെ പ്രോത്സാഹിക്കുന്നത് അല്ലെങ്കിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനാണെന്ന് പാകിസ്ഥാന് തന്നെ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയല്ലേ അത്തരത്തിൽ ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കാമെന്നുള്ള രീതിയിൽ അവർ ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഇവിടെ പാകിസ്ഥാന്റെ മുൻകരുതലുകൾ എന്ന് പറയപ്പെടുന്നത് ഏതെങ്കിലും വിധത്തിൽ പ്രത്യാക്രമണം ഉണ്ടാക്കുകയോ വ്യോമമാർഗം ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാക്കുകയോ ഇവരുടെ വ്യോമതാവളങ്ങളടക്കം ഇന്ത്യ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്താൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതിൻ്റെ തക്ക മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇനി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് മേൽ ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തെ എങ്ങനെ മറികടക്കണം, അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അതിൽ നിന്ന് എങ്ങനെ മറികടക്കണം, ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, കര നാവിക സേനകളെ ഏത് തരത്തിൽ ഉപയോഗിക്കണം, ഇങ്ങനെ വളരെ കൃത്യമായ രീതിയിൽ ഈ ഭീകര ഗൂഢാലോചന നടന്ന സാഹചര്യത്തിൽ ഭീകരർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒത്താശകൾ പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന രാജ്യം ചെയ്തു കൊടുക്കുമെന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നുണ്ട്. അതേ തിരിച്ചറിവ് പാകിസ്ഥാനും വന്നതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ സകല സജ്ജീകരണങ്ങളും ഒരുക്കി കാത്തിരിക്കുന്നത്. ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ആക്രമണം, ഒരു പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സാഹചര്യം ചെറുതല്ല. അത് ഏത് നിമിഷം വേണമെങ്കിലും നടക്കാം. അങ്ങനെ ഒരു പ്രത്യാക്രമണം വരുന്നതിന് മുമ്പ് അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ള ആലോചനയിലും ഭയത്തിലുമാണ് പാകിസ്ഥാൻ.